ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്റർ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ CGL മെയിൻസ് 2025 വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള ലെവലിൽ നിങ്ങൾ എങ്ങനെ സെറ്റ് ആവണം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ CGL പ്രിലിംസിന്റെ എക്സാം സെപ്റ്റംബർ 26 വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് റീഷെഡ്യൂൾ ചെയ്ത അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഷിഫ്റ്റുകൾ നടത്താനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഈ മാസം ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി നമ്മുടെ ആൻസർ കീ വന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ CGL മെയിൻസ് 2025 സ്ട്രാറ്റജിയിലേക്ക് പോവാം. ഏകദേശം അവരുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഡിസംബർ ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എന്തെങ്കിലും റീഷെഡ്യൂളോ കാര്യങ്ങളോ ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഡിസംബർ പകുതിയോടെ എക്സാം അല്ലെങ്കിൽ ഡിസംബറോടെ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ പോലും ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏകദേശം നിങ്ങൾക്ക് ഇനി ഒരു 90 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇനി പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വരും. അത് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സ്ട്രിക്ട്ലി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് CGL എക്സാം എഴുതിയതിന് ശേഷം നിങ്ങളൊരു എങ്ങനെയുള്ള ആൾക്കാരാണ് CGL മെയിൻസിന് വേണ്ടി ഇപ്പോൾ പഠിച്ച് തുടങ്ങേണ്ടത്, എങ്ങനെയുള്ള ആൾക്കാരാണ് 2026 CGL വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ക്ലാസ്സും വളരെ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളത് ക്ലാസ് കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവത്തുള്ളൂ. ഒരു ക്ലാസ്സുകൾ സീരിയസ് ആയിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറേ പേര് ചോദിച്ചു, ഏകലവ്യ ബാച്ച് കണ്ടതിന് ശേഷം ഈ ഒരു മെമ്പർഷിപ്പിലെ ക്ലാസ് കണ്ടാൽ മതി, അല്ലെങ്കിൽ മാത്സ് സ്പെഷ്യൽ കണ്ടാൽ മതി. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ട് ഒരു സീരിയസ് ലെവലിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, മാത്സും ഇംഗ്ലീഷും പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെമ്പർഷിപ്പ്, ഇവിടെ നമുക്ക് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ചാനൽ എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ളവരെ കിട്ടാൻ വേണ്ടിയാണ്. നല്ല ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരടുത്ത് കമൻറ്റുകൾ നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇത് പറയുന്നത് നിങ്ങൾ വേറെ എവിടെയും നിങ്ങളിങ്ങനെ ഒരുപാട് പേരിൻ്റെ അടുത്ത് ഡൗട്ട് വയ്ക്കുന്നു, നല്ല ക്ലാസ് എവിടെ കിട്ടും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇവിടെ ഉള്ളത്, മാത്സ് സ്പെഷ്യൽ. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ 2020 ക്ലാസ് ഈ ഡീറ്റെയിൽ സം, അപ്രോക്സിമേഷൻ അങ്ങനത്തെ ഉള്ളതൊക്കെയാണ്. പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേലിസ്റ്റുകളിലെ ക്ലാസ്സും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ക്ലാസ്സുകളാണ്. അപ്പോൾ അതുപോലെ CGL മെയിൻസിൻ്റെ കാര്യം ഞാൻ പറയാം, അതെങ്ങനെയാണ് എടുക്കുന്നതെന്നും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിൽ ഉദിക്കുന്ന ചോദ്യം, അടുത്തത് എന്താണ്, വാട്ട് നെക്സ്റ്റ്. അപ്പോൾ അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ആര് പ്രിപ്പയർ ചെയ്യണം, ഏറ്റവും വലിയ ഡൗട്ട് ഇതായിരിക്കും, ആരൊക്കെ പ്രിപ്പയർ ചെയ്യണം, ഇനി കട്ട് ഓഫ് വന്നിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയട്ടെ. സത്യത്തിൽ ഈ വീഡിയോ എപ്പോഴാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ CGL മെയിൻസിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എപ്പോഴാണ് ചെയ്യേണ്ടത്, നമ്മുടെ ആൻസർ കീ. കാര്യം ഒരു പുതിയ പാറ്റേണിലോട്ട് മാറിയിരിക്കുകയാണ് ആൻസർ കീ. അതായത് ലാസ്റ്റ് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം നടന്ന CGL പ്രിലിംസ് പോലെയല്ല. പല സ്ഥലത്തും കുറേ ആൾക്കാർ ഇപ്പം CGLൻ്റെ ആ അനാലിസിസും ഇല്ല. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് ചില ഷിഫ്റ്റുകളിൽ റീസണിങ് വളരെ ഈസി, ഇംഗ്ലീഷ് ഈസി ആയ ഷിഫ്റ്റ് പറയുന്നു. അത് വളരെ കുറച്ച് പേരാണ്. മാത്സ് ഈസി ആയ ഷിഫ്റ്റ് പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. ചില കുട്ടികൾ മാത്സ് നല്ല ഹാർഡായ ഷിഫ്റ്റ് പറയുന്നു, ഇംഗ്ലീഷ് നല്ല ഹാർഡായ ഷിഫ്റ്റ് പറയുന്നു, GK ഓൾവേസ് എല്ലായിടത്തും ഹാർഡാണെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്നും ആ ഒരു അനാലിസിസ് പോലെ അത് ബാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്, ആൻസർ കീ കിട്ടുക എന്നുള്ളതാണ്. ഈ ആൻസർ കീ കിട്ടിയാലും മനസ്സിലാവും GK ഏത് ടൈപ്പ് എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഇംഗ്ലീഷ് എന്ത് ടൈപ്പ് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, മാത്സ് ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ കാൽക്കുലേറ്റീവായിട്ട് ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ പുതിയ ടോപ്പിക്കൊന്നും വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്, എന്ത് പാറ്റേണിലാണ് അവർ ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്ന എപ്പോഴാണ്, ആൻസർ കീ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആൻസർ കീ വന്നതിന് ശേഷമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തി നമുക്ക് അടുത്ത മെയിൻസിന് വേണ്ടി എന്തൊക്കെ കൂടുതൽ പഠിക്കണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പറയട്ടെ, ആൻസർ കീ വരാൻ എന്തായാലും സമയമെടുക്കും എന്ന് പറഞ്ഞാൽ ഒരു 3 ആഴ്ച എന്തായാലും എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ 3 ആഴ്ച വരെ ചില ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ CGL പ്രിലിംസിന് പഠിച്ചു തുടങ്ങി കാണും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇടയ്ക്ക് വെച്ച് ഈ എക്സാമിൻ്റെ സമയത്ത് നല്ല ചൂടായിരിക്കും. അത് കഴിഞ്ഞാൽ എക്സാം അങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ച് പേര് ഡീമോട്ടിവേറ്റ് ആയി പോകും, കുറച്ച് പേര് കിട്ടും എന്നുള്ള പ്രതീക്ഷ കിട്ടും, കുറച്ച് പേര് അടുത്ത CGL 2026 പഠിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ആരും എന്ത് ചെയ്യത്തില്ല, ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിച്ച് തുടങ്ങത്തില്ല. അവരെന്ത് വിചാരിക്കും, അതിൻ്റെ ആൻസർ കീ വന്നു, ഒരു എക്സാം കഴിഞ്ഞതല്ലേ, അതിൻ്റെ ആൻസർ കീ വന്നില്ലല്ലോ, അതെന്താവുമെന്ന് അറിയത്തില്ലല്ലോ, കട്ട് ഓഫ് എത്ര ആവുമെന്ന് അറിയത്തില്ലല്ലോ. എൻ്റെ കമൻറ്റായിട്ട് വന്നു, ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു, കട്ട് ഓഫ് എത്ര ആവുമെന്ന് അറിയത്തില്ലല്ലോ, കട്ട് ഓഫ് 110 ആവോ, 150 ആവോ, 120 ആവോ, കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൺഫേം ആക്കിയിട്ട് പഠിച്ച് തുടങ്ങാൻ നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നിങ്ങൾ ഇത്രയും പഠിച്ചതുവരെ അതിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടി പിടിച്ചിരിക്കുന്നവർ, നിങ്ങൾ എക്സാം കഴിഞ്ഞ് ആ ഒരു ദിവസം നിങ്ങൾ റെസ്റ്റ് എടുത്തോ, അടുത്ത ദിവസം മുതൽ പഠിച്ച് തുടങ്ങിയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ആ ഒരു മെമ്പർഷിപ്പിൻ്റെ മാത്സിൻ്റെ പ്രാക്ടീസ് ബാച്ച് ഞാൻ എന്ത് ചെയ്തത്, ആ എക്സാമിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ അത് സ്റ്റാർട്ട് ചെയ്തത്. കാര്യം എക്സാം കഴിഞ്ഞവർ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങണം. ആൻസർ കീ ഒക്കെ വന്നോളും, ആൻസർ കീ അതിൻ്റെ വഴിക്ക് വന്നോളും, അതിൻ്റെ അനാലിസിസ് ഒക്കെ നമ്മൾ നടത്തുകയും ചെയ്യും.
അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി CGL 2026 അല്ലെങ്കിൽ 2026 പഠിക്കണോ അല്ലെങ്കിൽ 2025 മെയിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പം ഞാൻ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് പറയാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എങ്ങനെയുള്ളവരാണ്? പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് അത്യാവശ്യം സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് എവിടെയെങ്കിലും പോയി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ കണ്ട് പഠിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. സിലബസ് അത്യാവശ്യം കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ ഏകദേശം ഫുള്ള് പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഒരു 100+ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവിടെ റിയൽ എക്സാമിൽ പോയ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് CGL 2025 മെയിൻസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കിടിലമായിട്ട് പ്രിപ്പയർ ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റണം. ഒരു ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ ടാസ്ക് ഒരു 50 ക്വസ്റ്റ്യൻ, മാത്സിൻ്റെ 50 ക്വസ്റ്റ്യൻ തന്നു, GKയുടെ 50 ക്വസ്റ്റ്യൻ തന്നു, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ തന്നു, ഇംഗ്ലീഷിൻ്റെ 100 ക്വസ്റ്റ്യൻ തന്നാൽ ആ 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിരിക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് CGL മെയിൻസിൽ എന്താ വേണ്ടത്? നിങ്ങൾക്ക് പ്രാക്ടീസ് ആണ് വേണ്ടത്. അപ്പോൾ പ്രാക്ടീസ് വേണമെന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് എവിടെ നിന്ന് ചെയ്യണമെന്ന് അതൊക്കെ ഞാൻ തരാം, ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ പ്രാക്ടീസ് ചെയ്യാൻ കേപ്പബിലിറ്റി ആയോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുക. അതായത് ഒരു ദിവസം GKയുടെ 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ആൻസർ. അതുപോലെ ഇംഗ്ലീഷിൻ്റെ 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഇങ്ങനെ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. മിനിമം പ്രാക്ടീസ് ഇതിന് വേണ്ടിയാണെങ്കിൽ പറ്റത്തില്ല. GK, ഇംഗ്ലീഷ്, മാത്സ് നിങ്ങൾക്ക് മിനിമം 50 ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ? റീസണിങ് നിങ്ങൾക്ക് മിനിമം 50 100 ചെയ്യാൻ പറ്റുമോ? ചാപ്റ്റർ വൈസ് ആകുമ്പോൾ 100 ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി തന്നെ പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ ഇപ്പോൾ മെയിൻസ് കിട്ടിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രിലിംസ് ക്ലിയർ ആയില്ല, നിങ്ങൾക്ക് മെയിൻസ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു മാസം പഠിച്ചാൽ മതി. ഈ ഒരു ഹാർഡ് ലെവലിൽ നിങ്ങൾ 1 മാസം 2 മാസം പഠിച്ചാൽ തന്നെ അടുത്ത വർഷത്തേക്ക് എന്തായിക്കോളും, സെറ്റ് ആയിക്കോളും. പക്ഷേ ഒരിക്കലും ബിഗിനർ ആയിട്ടുള്ള ഒരാളല്ല. ഇത്രയും ചെയ്യാൻ പറ്റുമോ? കുറച്ച് നാളൊക്കെ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ മെയിൻസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ കട്ട് ഓഫോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഇതൊന്ന് പഠിച്ചു നോക്കുക, എന്നിട്ട് പ്രിലിംസ് പോയെന്ന് എഴുതി നോക്കുക. അന്നേരം മനസ്സിലാവും ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അത് ഭയങ്കര വലുതാണ്. അത് പക്ഷേ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. മെയിൻസ് ലെവലിൽ പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? മെയിൻസിന് വേണ്ടി തന്നെ പഠിച്ചു തുടങ്ങുക. ബാക്കി CGL 2026 പ്രിയയുടെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടന്നോളൂ. ഇനി ഒരു രക്ഷയില്ല. ഇങ്ങനെ GK അങ്ങനെ 100 ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മാത്സ് 50 ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ല, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ച് ചാപ്റ്ററേ കണ്ടിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രമല്ല ബാക്കി സബ്ജക്റ്റ് എല്ലാം ഒന്നും ആയിട്ടില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ CGL 2026 സ്ട്രാറ്റജി പോയി കാണുക. CGL 2026 സ്ട്രാറ്റജി വീഡിയോയിൽ ചാനലിൽ കിടപ്പുണ്ട്. ഇനി കുറേ പേര് കാണും. അപ്പോൾ CGL 2026 സ്ട്രാറ്റജി കാണുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് CGL 2026 ഫോക്കസ് ചെയ്ത്, മെയിനായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് ബാക്കി എക്സാമുകളും ക്ലിയർ ആവുന്ന ലെവലിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതിനകത്ത് ക്ലാസ്സും ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ഷെഡ്യൂളുണ്ട്. അപ്പോൾ അത് ചെയ്തു പോകുന്ന 3 മാസമായിട്ടൊക്കെ ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് അതിൽ നിന്ന് ഒരുപാട് പേർക്ക് സെറ്റ് ആവും CGL. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? അത് എടുത്ത് പഠിക്കാവുന്നതാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ അത് മാത്രം കണ്ടാൽ മതി. ഇനി കുറച്ച് മോഡറേറ്റ് ലെവലുള്ളവർ, അല്ലെങ്കിൽ എക്സാം നല്ലതായിട്ട് എഴുതിയിട്ടുള്ളവർ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാം ഇത് കിട്ടിയില്ലെന്ന് വെച്ചോ, നിങ്ങളിപ്പം നന്നായിട്ട് പഠിച്ച ഒരാളാണ്, നിങ്ങൾക്ക് എഴുതാൻ പോയ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങൾ വന്നു, ഒരു രക്ഷയില്ല. ലക്ക് എന്ന് പറയുന്നതും ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വന്ന് മാർക്ക് കുറഞ്ഞു പോവോ, കട്ട് ഓഫ് കയറത്തില്ലയോ എന്നൊക്കെ വിചാരിക്കുന്നവർ മസ്റ്റായിട്ട് മെയിൻസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം. ഒരിക്കലും ഇനി വീണ്ടും ആദ്യം മുതലേ പോയി ബേസ് തൊട്ട് പഠിച്ച് തുടങ്ങരുത്. അത് ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാ. ഒരു പ്രിലിംസ് എഴുതും, അവർ നല്ലോണം പഠിച്ചവരായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം കാരണമായിരിക്കും, ചിലപ്പോൾ അത് ക്ലിയർ ആവുകയും ചെയ്യും, മാർക്ക് കുറവാന്ന് വിചാരിച്ച് ഇരിക്കുകയും ചെയ്യും, പക്ഷേ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യത്തില്ല. അപ്പോൾ ഈ മെയിൻസിന് വേണ്ടി എപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കണം? ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താൽ അടുത്ത പ്രിലിംസ് മെയിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ മെയിൻസിന് തന്നെ പ്രിപ്പയർ ചെയ്യാം. ബാക്കി ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ, തുടക്കത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? CGL 2026 വേണ്ടി തന്നെ മതി. എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട്, കമന്റിലൂടെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എങ്ങനെയുള്ളവരാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമ്മളുടെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലെവൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്പെക്റ്റഡ് ലെവൽ നമുക്ക് എപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ആൻസർ കീ വന്നതിന് ശേഷമേ പറയാൻ പറ്റൂ. ഒരു മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. റീസണിങ്ങിൻ്റെ കാര്യം നമുക്ക് പേപ്പർ കണ്ടിട്ട് പറയാൻ പറ്റും. പക്ഷേ GK ഇംഗ്ലീഷ്, അപ്പോൾ അതിൽ GK എന്ന് പറയുന്നുണ്ടല്ലോ, GK എന്ന് പറയുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക്, അതായത് GK എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അതിന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അനലൈസ് ചെയ്യുന്നില്ല. ഇപ്പോൾ GK വരുന്നത് അനലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് പർമാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചാനലിൽ പുള്ളിക്ക് കുറേ പേര് പറയുന്നു ഈ CGL പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് അല്ല, അതുകൊണ്ട് ആ പർമാർ ചാനലിൽ പഠിച്ചിട്ട് പോയ കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയതുകൊണ്ട് ആർക്കും എഴുതാൻ പറ്റില്ല. ഇത് ഒരാളുടെ അവസ്ഥയല്ല, ഇത് എല്ലാവരുടെയും അവസ്ഥയാണ്. ആരും NCERT ഫുള്ള് പഠിച്ചിട്ടല്ല. ഇനി NCERT നിന്നാണോ വന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ NCERT ഫുള്ള് അരച്ച് കലക്കി കുടിച്ചിട്ട് പോയവർക്ക് പോലും എഴുതാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെയല്ല പറയേണ്ടത്, പർമാർ എടുത്തത് കൊണ്ട് എനിക്ക് PYQ ബേസ്ഡേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് കഴിഞ്ഞ വർഷം 2 വർഷങ്ങളിൽ അത് പഠിച്ചുകൊണ്ട് പോയിട്ടാണ് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയത്. അല്ലെങ്കിൽ മോക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് തന്നെയാണ് എഴുതിയത്. അപ്പോൾ ആ ലെവലിൽ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ടീച്ചറിൻ്റെ എന്താണ് കടമയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പാറ്റേൺ മാറിയ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്ന സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും, അവർ ആൻസർ കീ വരുമ്പോൾ അവർ അനലൈസ് ചെയ്യും, അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഒരു ചാനൽ പർമാർ പഠിക്കണമെന്നല്ല പറഞ്ഞു, വേറെ ഏതായാലും നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്, അതും കിടില്ല നന്നായിട്ട് തോന്നുന്നത് അവരെന്ത് ചെയ്യും, അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ആ പേപ്പർ അനലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള പാറ്റേൺ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം, അത് ജിക്കെയുടെ ഞാൻ കാര്യം പറയാം. ഇപ്പോൾ ആരെങ്കിലും ഒരാളെ അങ്ങനെ ഫോളോ ചെയ്യുക. ഇപ്പോൾ പർമാറിനെ ഫോളോ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും, അതിനകത്തുള്ള ചേഞ്ചസ് വന്നിട്ടുള്ള പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പേപ്പർ എങ്ങനെ ആയിരിക്കണം, എക്സ്പെക്റ്റഡ് ലെവൽ എന്താണെന്ന് നമുക്ക് എപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ, നമ്മളുടെ ആൻസർക്ക് വരുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ലെവൽ ഏറ്റവും നല്ല ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 90 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. 90 ദിവസം, അതിലൊരു 80 ദിവസം കഴിഞ്ഞ് ബാക്കി മോക്കും കാര്യങ്ങളൊക്കെയാണ്, കൂടുതൽ റിവിഷനാണ്. അപ്പോൾ ഒരു 80 to 90 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഇനി സേഫ് സ്കോർ, Tier 1 സേഫ് സ്കോർ. അപ്പോൾ ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾക്ക് ഈ സേഫ് സ്കോർ എന്ന് പറയുന്ന സംഭവം പറയാൻ പറ്റത്തില്ല. കാര്യം പല ഷിഫ്റ്റും പല ലെവലിലാണ്. അപ്പോൾ നമുക്ക് 120 കട്ട് ഓഫ് 130 കട്ട് ഓഫ് ഒന്നും പറയാൻ പറ്റത്തില്ല. ആൻസർ കീ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അത്യാവശ്യം എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണെന്ന് വിചാരിക്കുക. സേഫ് ആണെന്ന് വിചാരിച്ച് അങ്ങ് പഠിച്ചോളാം. അപ്പം ഒന്നും ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ കിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഞാൻ മെയിൻസിന് വേണ്ടി വരെ സെറ്റായി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ മോക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ഷെഡ്യൂൾ കൊടുക്കുന്നുണ്ട്. അത് ഓരോ സെക്ഷൻ വൈസ് മോക്കുകൾ ചെയ്യുന്നുണ്ട്. റീസണിങ്ങിൻ്റെ ആയാലും GKയുടെ ആയാലും ഇംഗ്ലീഷിൻ്റെ ആയാലും മാത്സിൻ്റെ ആയാലും ചാപ്റ്റർ തീരുന്ന മുറയ്ക്ക്. അപ്പോൾ അത് ചെയ്യുന്നത് ഈ കുട്ടികൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളെ അത് ഓരോ ദിവസം നമ്മൾ എഴുതുവാണ്. അങ്ങനെ എഴുതി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ മോക്ക് എഴുതാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, മെയിൻ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അനാലിസിസ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മെയിൻസിന് വേണ്ടി എന്ത് ചെയ്യുക, ആ ഒരു ഷീറ്റ് ഇത് ഉപയോഗിക്കും. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് എന്ത് ചെയ്യാം നോക്കാം. ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് ആദ്യം ഞാൻ മാത്സിൻ്റെ കാര്യം പറയാം. മാത്സ് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ മാത്സിനകത്ത് നമുക്ക് മെയിൻസിന് 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 30 ക്വസ്റ്റ്യൻസ് 90 മാർക്കാണുള്ളത്. അപ്പോൾ ഇവിടെ വില്ലനാവുന്ന ആരാണ്, ടൈമാണ്. കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻ കാണാൻ പോലും പറ്റാത്ത ലെവലിലോട്ട് പോകും. അതുപോലെ ഈ 30 ക്വസ്റ്റ്യൻ റീസണിംഗ് കൂടെ വരുന്നത് കൊണ്ട് ആ ഒരു 60 മിനിറ്റിൽ 60 ക്വസ്റ്റ്യൻ നല്ല സ്പീഡുള്ളവർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ മാത്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സിന് ഇപ്രാവശ്യം എന്താ വന്നേ, കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് വന്നു. അതുപോലെ ആർട്ട് ഓഫ് സ്കിപ്പിംഗ് നിങ്ങൾ പഠിക്കണം. ആർട്ട് ഓഫ് സ്കിപ്പിംഗ് ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരാം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ഒലിബോണിൻ്റെയൊക്കെ ലൈവ് ഒക്കെ കണ്ടാൽ മതി. അപ്പോൾ ഇന്ന് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ന്യൂ ടോപ്പിക്കായിട്ട് വന്ന കാര്യങ്ങളുണ്ടല്ലോ. ഓൾറെഡി അവന്മാർ ഒരു വട്ടം ചോദിച്ചു. അപ്പോൾ ഈ ന്യൂ ടോപ്പിക്കായിട്ട് വന്ന ഈ ബൈനറി ഒക്ടൽ അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ, അതങ്ങ് പഠിക്കാം നമുക്ക്. പിന്നെ മോഡ് അപ്പോൾ നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് പഠിച്ചവരാണെങ്കിൽ ആ ഒരു സമയത്ത് പഠിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ സ്റ്റാറ്റ്സ് എവിടെ ഉണ്ട്, നമ്മുടെ മെയിൻസ് സിലബസിലുള്ളതാണ്, അത് പഠിക്കാം. അതുപോലെ ആ ടോട്ടൽ പിന്നെ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് സ്ക്യൂനെസ് അതല്ല, കോർട്ടൈൽസ് അതല്ല. അതുപോലെ പ്രോബബിലിറ്റി ഓൾറെഡി മെയിൻസിൻ്റെ സിലബസിലുള്ളതാണ്, അത് നമുക്ക് പഠിക്കാം. ഓൾറെഡി പ്രോബബിലിറ്റിയുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. മോണ്ടി ഹാളും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതൊന്നും എത്ര സമയം എടുക്കും, 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. നേരത്തെ തീർത്ത് വെക്കുക, ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഓൾഡ് ടോപ്പിക്കിൽ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ളതാണ് മെൻസുറേഷൻ. ഒരുപാട് ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ മെൻസുറേഷൻ ഓൾറെഡി മെയിൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പഴയ മെയിൻസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മെൻസുറേഷനിൽ 10-12 ക്വസ്റ്റൻ ഒക്കെ ഉണ്ടായിരുന്നു, 100 ക്വസ്റ്റിനകത്ത്. അപ്പോൾ അതിൽ മെൻസുറേഷനകത്ത് നമുക്കിപ്പോൾ കൂടുതലായിട്ട് പ്രിസം, പിരമിഡ്, ഫ്രസ്റ്റം ഒക്കെ പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കൂടുതൽ ചോദിക്കുന്നുണ്ട്. ഫിഗർ ഇൻസൈഡ് ഫിഗർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ കട്ടിംഗ് ഉണ്ട്, ഫിഗർ ഇൻസൈഡ് ഫിഗർ, ആ ഒരു ടൈപ്പ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. അത് നമുക്ക് ആ ഒരു കീ വന്നാൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും 1 മിനിറ്റിൽ സൊല്യൂഷൻ ചെയ്യേണ്ട എക്സാമാണ്. ഒരു ക്വസ്റ്റിന് ഒരുപാട് സമയം, അതുകൊണ്ട് അത്ര ലെവലിൽ പോകത്തില്ല. നിങ്ങൾക്ക് പഠിക്കാവുന്ന ലെവലിലേ പോകത്തുള്ളൂ, പക്ഷേ പ്രാക്ടീസ് കൂടുതലാണ്. അതുപോലെ കോർഡിനേറ്റ് ജോമെട്രി, ഇതെല്ലാം നമ്മൾ ക്ലാസ് തരുന്നതായിരിക്കും. ജോമെട്രി, ലൈൻ ഇക്വേഷൻ, സെക്ഷൻ ഫോർമുല, അതുപോലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ഇത് നല്ല ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഓൾഡ് ടോപ്പിക്കാണ്, പക്ഷേ ഹൈ വെയിറ്റേജ് ഉണ്ട്. ഇതിനൊക്കെ ഹൈ വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, ഹൈ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇത് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാത്സിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മാത്സിൽ വേറൊരു കാര്യം ഞാൻ പറയാം, പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ടോപ്പിക്കും, ഒരു ടോപ്പിക്ക് പോലും വിടരുത്. എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യണം, എല്ലാ ടോപ്പിക്കും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഈ ചാനലിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു
പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചാനൽ എടുക്കുക, പ്ലേലിസ്റ്റ് എടുക്കുക. അതിൽ CGL 2025 മെയിൻസിൻ്റെ മാത്സ് പ്രാക്ടീസ് ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റർ വൈസ് എല്ലാ ചാപ്റ്ററിനും മിനിമം 100 ക്വസ്റ്റ്യന് പുറത്ത് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനും ബാക്കി കാര്യങ്ങളും കണ്ട് എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മാത്സിൻ്റെ കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം. മാക്സിമം ക്വസ്റ്റ്യൻസും ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള പ്രാക്ടീസും ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിലെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ അവിടെ പോകും. അതുപോലെ തന്നെ നമ്മളുടെ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ഗ്രൂപ്പുണ്ട്, CGL മെയിൻസ് മെമ്പേഴ്സ് ഓൺലി മാഗ്ന. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ദിവസവും ഷെഡ്യൂൾ ഇടുന്നു പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ടെസ്റ്റുകൾ എടുത്തിട്ട് അതെങ്ങനെ ചെയ്യണമെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആ ഗ്രൂപ്പിലൂടെ പറഞ്ഞുതരും. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ആ 100 ക്വസ്റ്റ്യൻ വെച്ചാണ് തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അതായത് ഈ ഒരു ഷെഡ്യൂൾ ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും കിഡിലുമായിട്ട് മെയിൻസിൻ്റെ എക്സാം ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നോ ഇല്ലെന്നുള്ളത് കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നേക്കുവാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും, ഈ ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്നുള്ളതായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തരും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ബാക്കി അടുത്ത ആഴ്ച മുതൽ നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പിങ്ങിൻ്റെ കാര്യവും എല്ലാം എന്ത് ചെയ്യും അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സുകൾ പ്രാക്ടീസ് ആണെങ്കിൽ ഇത് മതി. അതുപോലെ ഇത് എടുക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പിൽ എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആ ഒരു പ്ലേലിസ്റ്റ് കിട്ടും. ഈ പ്ലേലിസ്റ്റിൽ എന്തുണ്ട്, ഇനി ബേസിക് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് റേഷ്യോയിലെ കുറച്ച് കൺസെപ്റ്റ് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ LCM HCF അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ Tier 1 പഠിച്ച് വന്നവരാണെങ്കിൽ ഇതെന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ബാച്ചും അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇംഗ്ലീഷും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻസിന് വേണ്ടി ഇതിൽ ഉപയോഗിക്കാം. കാര്യം ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതെടുത്ത് പഠിക്കാവുന്നതാണ്. അതിൻ്റെ ജോയിൻ ചെയ്യുന്ന ലിങ്ക് എവിടെ തരാം, ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ മാത്സിൻ്റെ കാര്യം ഉത്തരമാണ് മാക്സിമം പ്രാക്ടീസാണ്. സെക്ഷണൽ ടെസ്റ്റുകളായാലും ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. ഇനി ബേസ് ലെവൽ മുതൽ പഠിക്കാനുള്ള സമയമില്ല. അങ്ങനെയുള്ളവർ 2026 വേണ്ടി പഠിച്ചു തുടങ്ങും. അല്ലെങ്കിൽ സ്പീഡിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളവർ ആ ഒരു പ്ലേലിസ്റ്റ് കണ്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുള്ളൂ. ഇതാണ് നമ്മുടെ മാത്സിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ അത് വലുതായിട്ട് നമുക്കൊന്ന് സ്ട്രാറ്റജി ആയിട്ട് പറയാനില്ല. പഠിച്ച കാര്യങ്ങളെ വീണ്ടും സെറ്റാക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ ഇംഗ്ലീഷ് ഒരുപാട് ഈ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു നല്ല കാര്യമാണ്. കാര്യം നോർത്ത് ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് കുറച്ച് പ്രയാസമാണ് നമ്മളെ അപേക്ഷിച്ച്. നിങ്ങൾ പഠിക്കുവാണെങ്കിൽ. ഇപ്പോൾ ഇംഗ്ലീഷിന് ഇപ്പോൾ ആക്റ്റീവ് പാസീവ് ആയാലും നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നറേഷൻ നല്ല രീതിയിൽ വരുന്നു. നറേഷൻ നമ്മുടെ റിപ്പോർട്ട് ഓഫ് സ്പീച്ച് വരുന്നുണ്ട്. റീഡിങ് കോംപ്രഹെൻഷൻ ആണ് ഇപ്പോൾ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത്. റീഡിങ് കോംപ്രഹെൻഷൻ കുറേ പേര് പറയുന്നത് നല്ല പാട് വരുന്നുണ്ട് പാസേജ്. പക്ഷെ ചില ട്രിക്കുകൾ ഉപയോഗിച്ചാൽ കുറേ വായിക്കണം അല്ലെങ്കിൽ ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യണം. 2020-19 മെയിൻസിൻ്റെ ഒക്കെ ഇംഗ്ലീഷിൻ്റെ 200 മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊക്കെ റീഡിങ് കോമ്പിനേഷൻ അടിപൊളിയാണ്. ആ ഒരു റീഡിങ് കോമ്പിനേഷനൊക്കെ 17-16 റീഡിങ് കോമ്പിനേഷൻ നല്ലതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ ഞാൻ ഷെഡ്യൂളായിട്ട് തരാം. പക്ഷെ നിങ്ങൾ വായിക്കണമെന്ന് മാത്രം. PQRS ലെങ്തി ആയിട്ടുള്ള PQRS വരുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, ചെയ്യേണ്ടി വരും. അതൊക്കെ പ്രാക്ടീസായിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പാർട്സ് ഓഫ് സ്പീച്ച് ലെങ്തി ആൻഡ് ടൈം ടേക്കിംഗ് ഉണ്ട്. പക്ഷേ നല്ലതാണ്, ആൾക്കാർക്ക് വേണ്ടി നല്ലതാണ്. കഴിഞ്ഞ മെയിൻസിനകത്തൊക്കെ GK ആയിരുന്നു ബാക്കി മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. GK ആയിരുന്നു എന്തായിരുന്നു ഡിസൈഡിങ് ഫാക്ടർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. ഇപ്പോൾ ആരൂടെ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷൂടെ വന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. 1-2 സബ്ജക്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു GK പഠിച്ചവർ മാത്രം കയറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിൽക്കും. അല്ലെങ്കിൽ GK പഠിച്ചവർ അത് കുറേ ലെക്കാണ് GK. അപ്പോൾ അതങ്ങ് നിൽക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കാൻ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എന്താണോ പഠിച്ചത് അത് തന്നെ റിവൈസ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ കൂടുതൽ പ്രാക്ടീസിലോട്ട് നിങ്ങൾ പോകേണ്ടി വരും. ഇപ്പോൾ ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. പിന്നെ പ്രാക്ടീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഷെഡ്യൂളായിട്ട് തരികയും ചെയ്യും. നിങ്ങളത് ചെയ്ത് പഠിച്ച് എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, അതെല്ലാം അവിടെ പറയുന്നുണ്ട്. ഡെയിലി റീഡിങ് മസ്റ്റാണ്. വൊക്കാബുലറി നിങ്ങൾക്ക് ബ്ലാക്ക് ബുക്ക് വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ബ്ലാക്ക് ബുക്ക് ഉള്ളവർ അത് മതി. അല്ലെങ്കിൽ വൊക്കാബ് കിങ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, അതെടുക്കാം. പിന്നെ ആൻസർ കീ വരുന്ന സമയത്ത് അതിൻ്റെ വൊക്കാബുലറിയും കൂടെ ഇംഗ്ലീഷിന് വലുതായിട്ടൊന്നും പറയാനില്ല. പ്രീവിയസ് പഠിച്ച കാര്യങ്ങളും 2022 സ്ട്രാറ്റജിയും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിൽ രീതിയിലാണ് പഠിക്കേണ്ടത്. അതിന് സമയമില്ലാത്തവർ ഈ ഒരു രീതിയിൽ റിവിഷൻ നിങ്ങൾ പഠിച്ച ബുക്കുകളായാലും ഇപ്പോൾ നീതു മാമിൻ്റെ ബുക്കൊക്കെ നിങ്ങൾ പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് പിനാക്കിൾ ചെയ്തത് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ ഇതുപോലെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ക്ലോസ് ടെസ്റ്റും കാര്യങ്ങളും. ഇനി GS അല്ലെങ്കിൽ GK. ഇപ്പോൾ GS അല്ലെങ്കിൽ GK ഞാൻ പറയാം. നിങ്ങൾ ഇതുവരെ എന്താണോ പഠിച്ചത് അത് മസ്റ്റായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഒരാളെ ഫോളോ ചെയ്യുക. അത് നിങ്ങൾക്ക് പർമാറാവാം, നിങ്ങൾക്ക് RB എങ്ങനെയായാലും GK നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ആളെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ആ ചേഞ്ചസ് അറിയാൻ വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവിടെ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നവരടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ സെക്ഷണൽ ടെസ്റ്റുകൾ ഇതേപോലെ ഓരോ ദിവസവും ടാസ്ക്കായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മാറും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്ത് ചെയ്യും, ന്യൂ മോക്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ആൻസർ കീക്ക് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ സ്ട്രാറ്റജിക്ക് വളരെ കുറവേ ചോദിക്കുന്നത്. സ്ട്രാറ്റജിക്ക് ആ ഒരു ഇമ്പോർട്ടൻസ്
കൊടുത്താൽ മതി. അതുപോലെ കോർ സബ്ജക്റ്റുകളാണ് കൂടുതൽ ചോദിക്കുന്നത്. സയൻസും കുറവാണ്, സയൻസ് ലെസ് ആണ്, സ്ട്രാറ്റജിക്ക് ലെസ് ആണ്. അപ്പോൾ എക്കണോമിക്സിന് നല്ല വെയിറ്റേജ് വരുന്നുണ്ട്, സെൻസസിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ഗവൺമെന്റ് സ്കീം ചോദിക്കുന്നുണ്ട്, ബുക്സ് ചോദിക്കുന്നുണ്ട്, ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്തി ആൻഡ് ടൈം ടേക്കിംഗ് ആണെന്നാണ് എല്ലാം പറയുന്നത്. അപ്പോൾ പ്രാക്ടീസ് കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഇനിയുള്ള ഒരു പുതിയ ബുക്ക് വാങ്ങാനോ ഇനിയുള്ള പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്യാം, പ്രാക്ടീസ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാം പഠിച്ചവർക്കാണെങ്കിൽ. പക്ഷേ ഞാൻ പറയുന്നത് മാക്സിമം പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത മെയിൻസ് ആകുമ്പോൾ എന്താണ്, ഇംഗ്ലീഷും GKയും കൂടെ നമുക്ക് 1 മണിക്കൂറുണ്ട്. അതായത് നമുക്ക് 75 ദിവസം 1 മണിക്കൂറുണ്ട്. ആ സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ടൈം കിട്ടും. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ സെക്ഷണൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. അടുത്ത നമുക്ക് റീസണിങ് പഠിക്കേണ്ട. റീസണിങ് പ്രിലിംസിന് വളരെ ഈസിയാണ് വന്നത്, അങ്ങനെ വിചാരിക്കേണ്ട. മെയിൻസിന് നിങ്ങളെ സർപ്രൈസ് ചെയ്യും. അതായത് ഈ പുതിയ ടോപ്പിക്കുകളുണ്ട്, ക്രിട്ടിക്കൽ റീസണിങ്, ഈ ബാങ്കിന്റെ ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടൈപ്പുകളെല്ലാം നിങ്ങൾ പഠിച്ചു തീർന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്കുകൾ ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്കൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ മെഷീൻ ഓപ്പറേഷൻ, മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതൊക്കെ ഒരു വീഡിയോ കണ്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഈസി ആയിരുന്നു ലാസ്റ്റ് ടൈം, സർപ്രൈസ് ചെയ്യാം. ഇവിടെയും എന്താണ്, റീസണിംഗ് ഒക്കെ നമ്മുടെ കോമൺ സെൻസ് ആണ്. പ്രാക്ടീസ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂ ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10-15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുക. റിവൈസ് ചെയ്യുക. റിവിഷൻ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ലൈവ് മോക്ക് എടുക്കുക. ഒലീവ് ബോർഡിലെ ബാക്കി ടെക്സ്റ്റ് ബുക്കിൽ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഒരുപാട് പുതിയ മോക്ക് ഇത് വന്നിട്ടുണ്ട്. അവർ കുറേ ഹാർഡായി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, വീക്ക് ആയിക്കോട്ടെ. അതേപോലെ കാൽക്കുലേഷൻ സ്പീഡ്, ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു മെമ്പർഷിപ്പിൽ ആ ഒരു പ്രാക്ടീസ് ബാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ സ്ട്രാറ്റജിയും എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത് പോകുന്നതായിരിക്കും. ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ അങ്ങനെ പഠിച്ചു പോകുന്നതായിരിക്കും. ആർട്ട് ഓഫ് സ്കിപ്പിംഗ് പഠിക്കുക. നിങ്ങൾ എന്താണോ പഠിച്ചത് ഒരു കാര്യം നിങ്ങൾ എങ്ങനെ പഠിച്ചാലും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഇംഗ്ലീഷിൻ്റെ സെക്ഷണൽ മോക്കുകളും ചെയ്താൽ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് മോക്കുകൾ എഴുതാം. ഒരു ചാപ്റ്ററിനെ എന്ത് ചെയ്യരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇപ്പം സയൻസ് വെയിറ്റേജ് കുറവാണെന്ന് പറഞ്ഞിട്ട് അതിനെ വിട്ട് കളയരുത് കേട്ടോ. അതും എന്ത് ചെയ്യണം, പഠിക്കണം. ഇത്തരം കാര്യങ്ങളും ഇന്നത്തെ വലുതായിട്ട് നമുക്ക് ഒരുപാട് പുതിയ സ്ട്രാറ്റജികളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ഏറ്റവും വൃത്തിയായിട്ട് പഠിക്കും. ഇപ്പോൾ സേഫ് സ്കോർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 100 കൂടുതലുണ്ടോ, 120 കൂടുതലുണ്ടോ, 140 പ്ലസ് വേണം, 150 പ്ലസ് വേണം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ആൻസർ കീ വന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പഠിക്കുന്നവർ ഇപ്പം തന്നെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ എപ്പോഴായാലും എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും, പഠിക്കും. നിങ്ങളുടെ എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതിന് മാക്സിമം ടൈമിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും അല്ലാത്ത ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മെയിൽ IDയിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആരും ഈ ഒരു ആൻസർ കീ വരട്ടെ അല്ലെങ്കിൽ മാർക്ക് അറിയട്ടെ, കട്ട് ഓഫ് വരട്ടെ എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. നിങ്ങളുടെ തന്നെ സമയം വേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.